കോടികൾ വരുമാനമുണ്ടാക്കുന്ന വെബ്സൈറ്റുകളും ബ്ലോഗുകളും ഉണ്ട്. എന്നാൽ വെബ്സൈറ്റുകളിൽ തുടങ്ങുന്ന എല്ലാവരും ധനികരാവും എന്ന് തെറ്റിദ്ധരിക്കരുത്. ഏതൊരു ബിസിനസ്സിലും ഉണ്ടാകാവുന്ന ലാഭനഷ്ടങ്ങൾ ഇവിടെയും ഉണ്ടാകാം. എന്നാൽ താരതമ്യേന കുറഞ്ഞ മുടക്കുമുതലിൽ ആർക്കും ഒരു വെബ്സൈറ്റോ ബ്ലോഗോ തുടങ്ങാം എന്നത് സാധാരണക്കാർക്ക് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. വെബ്സൈറ്റിൽ നിന്ന് പണം സമ്പാദിക്കുന്നവരിൽ ഭൂരിപക്ഷം ആശ്രയിക്കുന്നത് ഗൂഗിൾ ആഡ്സെൻസ് എന്ന പരസ്യ നെറ്റ്വർക്കിനെയാണ്. വളരെ കുറച്ച് മാത്രം സന്ദർശിക്കാനുള്ള ഒരു വെബ്സൈറ്റിൽ നിന്ന് ഈ മാർഗം ഉപയോഗിച്ച് കാര്യമായ വരുമാനം പ്രതീക്ഷിക്കരുത്. ഹോസ്റ്റിംഗ് വാടകയും രജിസ്ട്രേഷൻ ഫീസും മറ്റ് ചിലവുകളൊക്കെ കൂട്ടിയും കുഴിച്ചും നോക്കുമ്പോൾ മിക്കവാറും നഷ്ടം തന്നെയായിരിക്കും ആദ്യ 2-3 വർഷങ്ങളിൽ. ക്ഷമ നഷ്ടപ്പെട്ട് ഈ പരിപാടിയോട് ഗുഡ് ബൈ പറഞ്ഞു പോകുന്നവരുടെ നീണ്ട നിര വെബ്സൈറ്റിലൂടെ ധനികരായവരുടെ രോമാഞ്ചജനകമായ കഥ കേൾക്കുമ്പോൾ പലരും ഓർമ്മിക്കാറില്ല. നല്ല ക്ഷമയും മികച്ച ബിസിനസ് പ്ലാനും കഠിനാധ്വാനം ചെയ്യാനുള്ള മനസ്സും ഉള്ളവർക്ക് മാത്രം പറഞ്ഞിട്ടുള്ള മേഖലയാണ് വെബ് ലോകത്തെ സംരംഭക ശ്രമങ്ങൾ. വരുമാനം ഉണ്ടാക്കുകയാണ് അതിൻ്റെ ധർമ്മമെന്ന് അത് മാത്രമാവരുത്. എന്നാൽ ഏതൊരു മാധ്യമത്തിൻ്റെയും എന്നതുപോലെ വെബ്സൈറ്റുകളുടെയും ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. മാധ്യമധർമ്മങ്ങൾ അതുപോലെ ഇന്നത്തെ പത്രം, ടെലിവിഷൻ മാധ്യമങ്ങൾ പലപ്പോഴും മറക്കാറുണ്ടെങ്കിലും വിവേകമുള്ള ജനം സത്യം തിരിച്ചറിയും. അതിനാൽ തന്നെ വ്യക്തമായ ആദർശവും സാമൂഹിക ബോധവും വെബ് ലോകവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കും അത്യാവശ്യമാണ്. സാമൂഹിക നവീകരണം ലക്ഷ്യമാക്കിയിട്ടുള്ളതാവണമെന്നില്ല. എല്ലാ വെബ്സൈറ്റിലും നെറ്റ് ബാങ്കിങ്ങും ഇ-കൊമേഴ്സ് തുടങ്ങിയ പല സേവനങ്ങളും തരുന്നതായിരിക്കും. പലതും ഒരു ബിസിനസ് സംരംഭം എന്ന നിലയിൽ ഇവയെ കാണേണ്ടത്. ആയതിനാൽ തന്നെ ഈ ഏതൊരു ബിസിനസ്സിലും ഉള്ളതുപോലെ തന്നെ റിസ്കുകളും ഈ മേഖലയിൽ ഉണ്ടെന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. വരുമാനമാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ പണം മുടക്കി വെബ്സൈറ്റുകൾ തുടങ്ങുന്നതിന് മുമ്പ് താഴെ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. 1. തുടങ്ങുന്ന എല്ലാവർക്കും ആദ്യ ദിവസം മുതൽ വരുമാനം നൽകുന്ന ഒരു സംരംഭമായി വെബ്സൈറ്റിനെ കാണരുത്. 2. ബിസിനസ്സുകളിൽ എന്ന പോലെ നിങ്ങളുടെ വെബ്സൈറ്റ് നേടിയെടുക്കുന്ന സദ്പേര് വരുമാനം വർദ്ധിപ്പിക്കുന്ന മുഖ്യ ഘടകമാണ്. 3. മികച്ച രീതിയിലുള്ള വെബ് ഡിസൈൻ, സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എന്നിവ വെബ്സൈറ്റിൽ നിന്ന് വരുമാനം നേടാൻ അത്യാവശ്യ ഘടകങ്ങളാണ്. 4. മുടക്കുമുതലും പ്രവർത്തന ചിലവും വിലയിരുത്തി ലാഭസാധ്യതകളെ പഠിച്ച് നല്ലൊരു ബിസിനസ് പ്ലാൻ തയ്യാറാക്കിയിട്ട് വേണം വെബ്സൈറ്റ് തുടങ്ങുവാൻ. ഏതൊരു കാര്യത്തിനും ഒരു വ്യക്തമായിട്ടുള്ള ഒരു പ്ലാനിങ് വേണം. വെബ്സൈറ്റ് പ്ലാനിങ് എന്ന് പറഞ്ഞാൽ തട്ടിക്കൂട്ടി വെബ്സൈറ്റ് ഉണ്ടാക്കിയത് കൊണ്ടായില്ല. കൃത്യമായ മാസ്റ്റർ പ്ലാനും ദീർഘദൃഷ്ടിയും വേണം. ടെക്നോളജി വളർച്ചയ്ക്കൊപ്പം ഉലജിച്ചില്ലാതെ ഓടാൻ നമ്മുടെ വെബ്സൈറ്റിനാവണം. ചിലരൊക്കെ പറയും എനിക്കൊരു ഓൺലൈൻ കച്ചവടക്കാരനാവണം, അല്ലെങ്കിൽ എനിക്കൊരു വെബ്സൈറ്റ് വേണം എന്ന മട്ടത്തിലുള്ള ആവശ്യങ്ങളാണ്. എന്നാൽ സ്വന്തം ബിസിനസ് എങ്ങനെ വെബ്സൈറ്റിലൂടെ ചെയ്യാം എന്നതിനെ പറ്റിയാണ് ആദ്യം ധാരണയുണ്ടാക്കേണ്ടത്. കോടിക്കണക്കിന് സന്ദർശകർ വെബ്സൈറ്റിന് ഉണ്ടായതുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ മില്യൺ കണക്കിന് ഫോളോവേഴ്സ് ഉണ്ടായതുകൊണ്ടോ കാര്യമില്ല. അതിന് എങ്ങനെ ബിസിനസ് ആക്കിയെടുക്കണമെന്നെ പറ്റിയാണ് ആലോചിക്കേണ്ടത്. ഓഡിയൻസിനെ അറിയുക. ഇപ്പോൾ ഇൻ്റർനെറ്റ് ലോകത്തുള്ള ഓരോ വെബ്സൈറ്റും നോക്കി വെച്ച് എനിക്ക് ഇതുപോലെ വെബ്സൈറ്റാണ് വേണ്ടതെന്ന് പറഞ്ഞത് കൊണ്ടായില്ല. നിങ്ങളെ ആകർഷിക്കുന്ന വെബ്സൈറ്റ് നിങ്ങളുടെ ബിസിനസ്സുമായി ചേർന്നതായി കൊള്ളണമെന്നില്ലല്ലോ. ഓരോ സേവനത്തിനും ബിസിനസ്സിനും ഓരോ രീതിയിലും ഡിസൈനിലുമുള്ള വെബ്സൈറ്റുകളാണ് പറ്റുക. അപ്പോൾ ആദ്യം വേണ്ടത് നിങ്ങളുടെ ഓഡിയൻസിനെ, കസ്റ്റമേഴ്സിനെ തിരിച്ചറിയുക എന്നതാണ്. ഇൻ്റർനെറ്റിലെ 3 മില്യൺ ആളുകളെയും നിങ്ങളുടെ വെബ്സൈറ്റിലേക്ക് ആവാഹിക്കണം എന്നുള്ള ഒരു ധാരണ ഉണ്ടാവും പലവർക്കും. അത് വേണ്ട. അതിലെ ഓരോ ഉപഭോക്താവും വിശേഷമായ വ്യക്തിത്വവും താല്പര്യമുള്ളവരാണ്. അതുകൊണ്ട് നിങ്ങളുടെ പ്രൊഡക്റ്റുമായി ബിസിനസ്സുമായി ഏറ്റവും ഇണങ്ങിച്ചേരുന്ന ഉപഭോക്താക്കളെ വേണം മനസ്സിൽ കാണാൻ. നിങ്ങളുടെയും പ്രൊഡക്റ്റിൻ്റെ സ്വഭാവം വെച്ച് വേണം ഗൗരവമായ വെബ്സൈറ്റ് വേണോ അതോ കളർഫുള്ളായ വെബ്സൈറ്റ് വേണോ എന്ന് തീരുമാനിക്കാൻ. ഒരു വാർത്താ വെബ്സൈറ്റിൽ ചേർന്ന ഡിസൈൻ ആയിരിക്കില്ലല്ലോ കുട്ടികളുടെ വസ്ത്രം വിൽക്കുന്ന വെബ്സൈറ്റിൽ. അതുകൊണ്ട്
നെക്സ്റ്റ് നമ്മൾ നോക്കേണ്ടത് ഡൊമൈൻ പേര് നിശ്ചയിക്കുക. ഡൊമൈൻ നെയിം നിശ്ചയിക്കുക. ഡൊമൈൻ പേര് അതാണ് ഓൺലൈൻ ലോകത്തെ നിങ്ങളുടെ ഒരേ ഒരു വിലാസം എന്ന് പറയുന്നത്. ആ ഒറ്റ പേര് മതി ഓൺലൈൻ ലോകത്ത് നിങ്ങളെ കണ്ടെത്താൻ. കോടിക്കണക്കിന് ആളുകളുള്ള വെബ്സൈറ്റുകൾക്കിടയിൽ നിങ്ങളുടെ കുഞ്ഞു വെബ്സൈറ്റ് പുറംലോകം കാണുമോ? ന്യായമായ സംശയമല്ല എൻ്റെ വെബ്സൈറ്റ് പുറംലോകം കാണുമോ എന്നുള്ളത്. ഇത് ഒരു ന്യായമായ സംശയമല്ല. ഇത് തന്നെയാണ് ആദ്യത്തെ ഉത്തരം. പക്ഷെ അതിന് ഓൺലൈൻ ലോകത്ത് തന്നെ വഴിയുണ്ട്. അതേപ്പറ്റി പിന്നീടാവാം. ഡൊമൈൻ പേര് നിശ്ചയിക്കുമ്പോൾ തന്നെ ആലോചിച്ച് തുടങ്ങണം. വലിയ കെട്ടുപിണക്കമില്ലാതെ ലളിതമായ പേരാണ് വെബ്സൈറ്റിന് നൽകേണ്ടത്. നിങ്ങളുടെ ബിസിനസ്സിന് അർത്ഥമാക്കുന്ന പേര് തിരഞ്ഞെടുക്കുന്നതും നന്നാവും. ഉദാഹരണത്തിന് ബിരിയാണി കച്ചവടത്തിന് വേണ്ടിയാണെങ്കിൽ ബിരിയാണി.com എന്ന ഡൊമൈൻ ആയിരിക്കും നല്ലത്. ഇനി ഉപഭോക്താക്കളെയും ക്ലയൻറ്റിനെയും നിങ്ങളുടെ സൈറ്റ് എളുപ്പത്തിൽ കണ്ടെത്താൻ സഹായിക്കുന്നതിന് ഡൊമൈൻ നാമങ്ങളും സോഷ്യൽ മീഡിയ നാമങ്ങളും സമാനമായിരിക്കണം. നമ്മുടെ സോഷ്യൽ മീഡിയയിലുള്ള നാമങ്ങളും അതുപോലെ നമ്മളുടെ ഡൊമൈൻ നാമങ്ങളും മാച്ചായ രീതിയിലും ആയിരിക്കണം. ഉദാഹരണത്തിന് പറയണമെങ്കിൽ ഒരു ഡൊമൈൻ നെയിം www.widgets.com widgets.com എന്ന ഡൊമൈൻ നാമം ഉണ്ടെങ്കിൽ അതേ പേരിൽ ഒരു സോഷ്യൽ മീഡിയ അക്കൗണ്ട് സൃഷ്ടിക്കുന്നതും നല്ലതാണ്. വിവിധ പ്ലാറ്റ്ഫോമുകളിൽ നിങ്ങളുടെ ബന്ധപ്പെടാനും ബ്രാൻഡ് അല്ലെങ്കിൽ ബിസിനസ് എക്സ്പോഷർ വർദ്ധിപ്പിക്കാനും ഇത് ഉപഭോക്താക്കളെ സഹായിക്കും. കൂടാതെ നിങ്ങളുടെ ഡൊമൈൻ നാമത്തിന് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾക്കും ഒരേ ബ്രാൻഡിംഗ് ഉപയോഗിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇത് നിങ്ങളുടെ ഓൺലൈൻ സാന്നിധ്യത്തിൽ ഒരു ഏകീകൃത രൂപവും ഭാവവും സൃഷ്ടിക്കും. ഇത് ഉപഭോക്താക്കൾക്കും ക്ലയൻറ്റുകൾക്കും കൂടുതൽ തിരിച്ചറിയാനും കഴിയുന്നതാണ്.